സംഖ്യാപുസ്തകം നമുക്ക് ധ്യാനിക്കാം. 15-ാം അധ്യായത്തിൽ 41 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾ എന്നാണെന്ന് ചോദിച്ചാൽ, 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ, യഹോവയ്ക്ക് ആടിനെയാകട്ടെ ഹോമയാഗം കഴിക്കുന്നെങ്കിലും ഹന്നയാഗം കഴിക്കുന്നെങ്കിലും പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 6-7 വാക്യങ്ങളിൽ ആട്ടുകൊറ്റനെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, യാഗം കഴിക്കുമ്പോൾ ചെയ്യേണ്ട വിഷയങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാളക്കിടാവിനെ അർപ്പിക്കുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വൺ ലോ ഫോർ എവരി വൺ എലൈക്ക്, സ്വദേശിയാണെങ്കിലും പരദേശിയാണെങ്കിലും യാഗമർപ്പിക്കുമ്പോൾ ഒരേ നിയമം തന്നെയാണ് എന്നുള്ള വിഷയമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 17 മുതൽ 21 വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായ വിഷയമാണ് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വിഷയം എന്നാണെന്ന് ചോദിച്ചാൽ, അവർ കനാൻ ദേശത്ത് എത്തിയ ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തിരുമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. ആ ഉദർച്ചാർപ്പണം എങ്ങനെ അർപ്പിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് 21-ാം വാക്യം വരെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ, സഭ വല്ലതും അബദ്ധവശാൽ ചെയ്തു പോയാൽ, അത് പർപ്പസ്ഫുള്ളി അല്ല, അബദ്ധവശാൽ ചെയ്യുമ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയുള്ള വഴിപാടുകൾ അർപ്പിച്ച് ദൈവമായിട്ട് സമാധാനം പ്രാപിക്കണം എന്നുള്ള വിഷയമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. 27 മുതൽ 29-ാം വാക്യം വരെ നാം നോക്കുകയാണെങ്കിൽ, വ്യക്തിപരമായിട്ട് ആരെങ്കിലും അബദ്ധവശാൽ പാപം ചെയ്താൽ ചെയ്യേണ്ട പ്രായശ്ചിത്തത്തെക്കുറിച്ചാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. 30-31 വാക്യങ്ങൾ നാം കാണുന്നത്, സ്വദേശിയായാലും പരദേശിയായാലും ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു, അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം എന്ന് പറഞ്ഞാൽ അവർക്ക് പാപപരിഹാരമില്ല. 32 മുതൽ 36 വരെയുള്ള ഭാഗങ്ങൾ നാം വാക്കുകയാണെങ്കിൽ അവിടെ ശബത്ത് നാളിൽ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ശബത്ത് ദിനം പാലിക്കാതെ ഇരുന്നാൽ, ശബത്ത് ദിനത്തെ ചെയ്യാൻ മേലാത്ത പണികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ അവനോട് എങ്ങനെയായിരിക്കണം, എന്തെല്ലാം ശിക്ഷയാണെന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ശബത്ത് ദിനത്തിൽ ഒരുത്തൻ വിറക് പറക്കിയത് കണ്ടിട്ട് അവനെ കല്ലെറിഞ്ഞു കൊന്നു, അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ തലമുറയായി അവർ ദൈവവചനം അല്ലെങ്കിൽ ന്യായപ്രമാണം ആചരിക്കുന്നു എന്നുള്ളതിന് തെളിവായിട്ട് അവർ വസ്ത്രത്തിന്റെ കോൺ തലയ്ക്കൽ പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺ തലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. അത് അനുസരണത്തെയാണ് കാണിക്കുന്നത്. അതിന്റെ സൂചനയായിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും ഓരോ വാക്യങ്ങളെടുത്ത് നമുക്ക് ധ്യാനിക്കാം. ഈ അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ബലിയെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച് പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ യാഗങ്ങൾ? യാഗത്താൽ നടക്കുന്ന കാര്യം എന്നാണ്? രക്തം ചൊരിയുക. അതെന്തിനെയാണ് കാണിക്കുന്നത്? അതിൽ വീഞ്ഞ് അതുപോലെ തന്നെ എണ്ണ കലർത്തുന്നത് എന്തിനാണ്? ഒരു ഉപദേശം അവർ ഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു ആചാരം അതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വചനത്തിന്റെ ഉപദേശം പഠിക്കുന്നതിന് വേണ്ടി ഒരു ആചാരം അതിൽ അടങ്ങിയിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആത്മീയ കാര്യങ്ങൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്? പിതാവായ ദൈവത്തെ
സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തുയേശുവിൽ ഒരു വിശ്വാസി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ ഉപദേശത്തിന് പഴയ നിയമത്തിൽ ആശ്ചര്യമായിട്ട് ചില ആചാരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, ഉപദേശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൽ ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിനക്ക് തരുന്ന നിങ്ങളുടെ നിവാസദേശത്ത് നിങ്ങൾ ചെന്നിട്ട്, അവർ അപ്പോൾ കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അവർ ആ അരണ്യദേശമിലോ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇസ്രായേൽ മക്കളുടെ ഒന്നാമത്തെ തലമുറയെ അംഗീകരിക്കാതെ കാദേസ് ബർന്നയിൽ നിന്നും അവരെ തിരിച്ച് നടത്തിയതിനു ശേഷം അസാരാത്ത് മാർഗത്തിലേക്ക് നടന്ന അവർ അതിനുശേഷം ഒന്നാമത്തെ തലമുറയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ തലമുറ, അല്ലെങ്കിൽ പിള്ളാരുടെ തലമുറ, കനാൻ ദേശത്തിന്റെ ബോർഡറിൽ യോർദാൻ നദിയുണ്ട്. യോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്ത് മോവാബ് മൈതാനമുണ്ട്. അവിടെ അവർ പാളയം ഇറങ്ങിയതിന് ശേഷം അവരുടെ യാത്രകളെല്ലാം കൂടെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം എഴുതിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ കനാൻ ദേശം അവർ എത്തിയില്ല. എത്തുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയുന്നു, എത്തിയതിനു ശേഷം അവർ താമസിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്തത, തന്റെ ജനങ്ങളോടുള്ള വിശ്വസ്തത നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈജിപ്തിലോ അവർ താമസിച്ച സമയങ്ങളോ അവർ കരഞ്ഞ് ദൈവത്തോട് മുറവിളിച്ച് ആ തലമുറ മോശെ വിടിപ്പിച്ച ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മിദ്യാൻ ദേശത്തുണ്ടായിരിക്കെ ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് ഈജിപ്തിലേക്ക് പോയി വിടിപ്പിച്ച ജനം, ആ തലമുറ കനാൻ ദേശത്ത് പ്രവേശിച്ചില്ല. അവരുടെ അവിശ്വാസം, അവരുടെ പിറുപിറുപ്പ്, അതുപോലെ തന്നെ അനുസരണമില്ലായ്മ, അവർ അരണ്യമിലോ നശിച്ചുപോയി. ആ മരുഭൂമിയിൽ ജനിച്ച ജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ, മരുഭൂയാത്ര 40 വർഷമാണ്. ആ 40 വർഷത്തിൽ 20 വയസ്സിന് മേലോട്ടുള്ളവരെയാണ് കൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ അവരെ എണ്ണമെടുത്തിരുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയിൽ ജനിച്ച ആ തലമുറ, അതുപോലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടതിൽ 20 വയസ്സിന് താഴെ ഉണ്ടായിരുന്നവർ, 6 ലക്ഷം കാൽപ്പട കനാനിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കനാനിൽ അവരുടെ നിവാസത്തിലേക്ക് പോയി എന്ന് നാം ആലോചിക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് നാം ചിന്തിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത്രമാത്രം ശ്രേഷ്ഠമാണ്. ആ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്തു 15-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം, നിന്റെ മക്കൾ 400 വർഷം അന്യദേശത്ത് താമസിക്കും, അവർ വലിയ ധനവാന്മാരായിട്ട് തിരിച്ചു വരും എന്ന് ദൈവം വാഗ്ദാനം കൊടുത്തു. ഒരു ജനറേഷൻ, ഒരു തലമുറ ഈ ദേശത്ത് തിരികെ വരുമെന്ന് പറഞ്ഞപ്പോൾ അവരിൽ 2 പേരല്ലാതെ മറ്റാരും ഈ കനാൻ ദേശത്തേക്ക് വന്നില്ല. ദൈവം അവർക്ക് സന്തതിയെ കൊടുത്തു. അവരുടെ സന്തതി, ആ സന്തതിയെ കണക്കുകൂട്ടി ദൈവത്തിന്റെ വാഗ്ദാനം അവരിൽ നിവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈജിപ്തിൽ ദാസ്യ സമയത്ത് ജനിച്ചവരല്ല ഇവർ, മരുഭൂ യാത്രയിൽ ജനിച്ചവർ. മറ്റൊരു സിംബോളിസം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഓൾഡ് ടെസ്റ്റ്മെന്റ് പീപ്പിൾ ആർ ലൈക്ക് എ ഫസ്റ്റ് ജനറേഷൻ. ഒന്നാമത്തെ തലമുറയിലുള്ള ആ ജനങ്ങൾ ഉണ്ടല്ലോ, ഈജിപ്തിലുണ്ടായിരുന്നവർ, അവർ ഇസ്രായേൽ മക്കൾക്ക് സാദൃശ്യമാണെങ്കിൽ മരുഭൂമിയിൽ ജനിച്ചവർ അത് സഭയ്ക്ക് സാദൃശ്യമായിട്ട് നിൽക്കുന്നു. ഇസ്രായേൽ മക്കൾ ഏതാണ് ചെയ്യാതിരുന്നത്, അവർക്ക് ചെയ്യാൻ സാധിക്കാതെ പോയത്, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ അന്യജാതിക്കാർ അത് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും.
തന്റെ രാജ്യത്തിലേക്ക്, നിത്യജീവനത്തിലേക്ക് ഈ അന്യജാതിക്കാരെ വിളിച്ചിരിക്കുന്നു. മോശെ ദ്വാര വിമോചനം പ്രാപിച്ചു എന്ന് ചിന്തിച്ചവർ, ഈജിപ്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ കനാനിൽ പ്രവേശിച്ചില്ല. എന്നാൽ യോശുവയുടെ ലീഡർഷിപ്പിൽ പുതിയ തലമുറ കനാൻ ദേശത്തിൽ പ്രവേശിച്ചു. ജീസസ് എന്ന് പറഞ്ഞാലും യഹോശുവ എന്ന് പറഞ്ഞാലും ഹോശ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. യോശുവ, ഹോശയ, യേശു, ഈ മൂന്നിനും ഒരേ അർത്ഥമാണ്. സേവ്യർ എന്നാണ്, രക്ഷകൻ എന്നാണ്. മോശ ധർമ്മശാസ്ത്രത്തെ, ന്യായപ്രമാണത്തെ കാണിക്കുന്നുവെങ്കിൽ യോശുവ കൃപയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിന് സാദൃശ്യമായിട്ടാണ് നിൽക്കുന്നത്. പുതിയ തലമുറ ക്രിസ്തുവിന്റെ സഭയ്ക്ക് സാദൃശ്യമായി നിൽക്കുന്നു. അവർ തങ്ങളുടെ നിവാസദേശത്ത് ചെന്നതിന് ശേഷം, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, എല്ലാം ഫ്രീ ആണ്, എല്ലാം ഉചിതമാണ്. നിങ്ങൾ കൃപയാൽ അതുപോലെ തന്നെ വാഗ്ദാനങ്ങളാൽ നിങ്ങൾ അവകാശം പ്രാപിക്കുന്നു, വിശ്വാസത്താൽ അവകാശം പ്രാപിക്കുന്നു. നിങ്ങൾ ചെന്നിട്ട് ഒരു നേർച്ച നിവർത്തിപ്പാനോ സമാധാനമായിട്ടോ നിങ്ങളുടെ ഓരോ ദിവസങ്ങളിലോ യഹോവയ്ക്ക് മാടിനെയാകട്ടെ, ആടിനെയാകട്ടെ, ഹോമയാഗമായിട്ടെങ്കിലും ഹന്നയാഗമായിട്ടെങ്കിലും യഹോവയ്ക്ക് സൗരഭ്യവാസന ആകുമാറ് ഒരു ദഹനയാഗം അർപ്പിക്കുമ്പോൾ എ ഫ്രീ വിൽ ഓഫറിംഗ്. A free will offering shows a free will worship offering. നിർബന്ധം ഇല്ലാത്ത ആരാധന, ഹൃദയപൂർവമായ ആരാധന, സ്വന്തം ഇഷ്ടത്തിന് ഉള്ള ഒരു ആരാധന. They were not compelled to worship, but the worship comes from the thankful heart. ഹൃദയം മൊത്തം ആനന്ദത്തോടെ, സന്തോഷത്തോടെ, നിറഞ്ഞു കവിഞ്ഞ അനുഭവത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരനുഭവം ഈ സ്വമേധയാ ദാനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ കാൽഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരണം. കാൽഹീൻ എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവ്. മാവ് ശരീരത്തെയാണ് കാണിക്കുന്നത്, എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. It is nothing but it is like a church. Church is the body of Christ. Church is anointed by the Holy Spirit, and the Holy Spirit indwell in it. Indwelling of the Holy Spirit is human being, believer. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവിന്റെ നിവാസം ഉള്ളതുകൊണ്ട് ശുദ്ധാത്മ ഉള്ള വിശ്വാസികൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം, വ്യക്തിയായിട്ട് ഇരിക്കണം. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹോമയാഗത്തിനും ഹനയാഗത്തിനും പാനീയകമായിട്ടോ നീ ആടൊന്നിൽ നിന്ന് കാൻഹീൽ വീഞ്ഞ് കൊണ്ടുവരണം. അത് പാനീയയാഗത്തിന് ഹീനിൽ 1/3 വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അത് സൗരഭ്യവാസന ആയ ദൈവത്തിന് അത് സൗരഭ്യവാസനയാണ്. സൗരഭ്യവാസനയായ ആരാധന. ആ ആരാധന മണത്ത് ആനന്ദിക്കുന്നത്, ദൈവം ആനന്ദിക്കുന്നത് കൃതജ്ഞതാ സ്തുതി ആരാധനയിലാണ് ദൈവം ആനന്ദിക്കുന്നത്. Church is worshiping the Lord with a thankful heart by the salvation, by the people who received salvation by grace. The eternal life received by the grace of God. ദൈവത്തിന്റെ കൃപയാൽ പ്രാപിച്ചിരിക്കുന്ന നിത്യജീവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒക്കെ വിശ്വാസി കൊടുക്കുന്നതായ ആ ആരാധന ദൈവത്തിന് ആ സൗരഭ്യവാസന, അത് ആരാധന സൗരഭ്യവാസനയായി ദൈവത്തിന്റെ സന്നിധിയിലെത്തുകയും അത് ദൈവത്തിന് ഇഷ്ടമായ ആരാധനയാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള ആരാധനയാണ് ശരിയായ ആരാധന, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ ഉള്ള ആരാധന. കൊറ്റനായാൽ ഹീനിൽ 1/3 എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരണം. അതിന്റെ പാനീയാഗത്തിനും ഹീൻ 1/3 വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹന്നയാഗത്തിനായിട്ട് ഒരു കാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ
കാളക്കിഴയുടെ അരഹീൻ എണ്ണ ചേർത്ത് 1/3 ഇടങ്ങഴി മാവ് ബോധനയായിട്ടായി അർപ്പിക്കണം. സ്വദേശിയായവനൊക്കെയും യഹോവയ്ക്ക് സൗരഭ്യവാസനായ ദഹനയാഗം അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരവാസം ചെയ്യുന്ന ഒരുത്തനോ യഹോവയ്ക്ക് സൗരഭ്യവാസനായ ദഹനയാഗം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന വണ്ണം അവനും അനുഷ്ഠിക്കണം. സ്വദേശിയായാലും പരദേശിയായാലും ദൈവത്തിന് സുവാസനയായ ആ ആരാധന ചെയ്യുന്നവരായിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം, റോമാലേഖനം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് 15:15 എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികൾ ക്രിസ്തുയേശുവിൽ ശുശ്രൂഷകനായിരിക്കേണ്ടതിനെ ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അന്യജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് ദൈവത്തിനത് പ്രസാദകരമായി തീരുവാൻ ദൈവത്തിന്റെ സുവിശേഷഘോഷണത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വദേശികളായാലും പരദേശികളായാലും ദൈവത്തിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടുകൂടെ ഇങ്ങനെയുള്ള അർപ്പണകൾ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം 1, രക്ഷ 1, ആരാധിക്കുന്ന രീതിയും 1. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങൾ പോകുന്ന ദേശമല്ല, ഞാൻ കൊണ്ടുപോകുന്ന ദേശം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോകുന്ന ദേശത്ത്. സുവിശേഷത്തിൽ കൂടെ നമുക്ക് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം, ഞാൻ തിരികെ വന്ന് നിങ്ങളെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയും. ദൈവമാണ് നമ്മളെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. ദൈവത്തോടുകൂടെ നിത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതിനെ കൊണ്ടുപോകുന്നവനാണ് ദൈവം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ഒരുക്കിയതിന് ശേഷം പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കും. ആർഭാടത്തോനും അതേപോലെ പ്രധാന ദൂതന്റെ ശബ്ദത്താലും കർത്താവ് ഇറങ്ങി വരികയും ക്രിസ്തുവിലോ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവരോടുകൂടെ ആകാശമയങ്ങളിലേക്ക് എടുക്കപ്പെടും അല്ലെങ്കിൽ കൊണ്ടുപോകും. 1 തെസ്സലോനിക്ക ലേഖനം 4:15 4-ാം അധ്യായം 16-ൽ വായിക്കുന്നത് കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന ദേശത്ത് എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തിരുമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചമായി കഴിക്കണം. നിങ്ങൾ ആ ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ പ്രവേശിച്ച് ആദ്യം കൃഷിയുടെ വിളവെടുക്കുമ്പോൾ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അതിനു മുമ്പായിട്ട് പ്രതിഷ്ഠ ആരാധന ചെയ്യണം. You must dedicate yourself to God. You have to dedicate yourself and dedicate the first food to God. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കപ്പെടാം. സ്വീകരിക്കപ്പെട്ട നമ്മൾ ദൈവത്തോടുകൂടെ പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും അവനോടുകൂടെ നിവസിക്കാൻ പോവുകയാണ്. അവനോടുകൂടെ അവൻ സമർപ്പിക്കപ്പെട്ടവരായിരിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തലമുറയായി ആദ്യത്തെ തിരുമാവ് കൊണ്ടുള്ള കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. തലമുറയായി കഴിക്കണം. 22-ാമത്തെ വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചത് ഈ സകല കൽപ്പനകളും യാതൊന്നിലും യഹോവ മോശയോട് കൽപ്പിച്ച നാൾ മുതൽ തലമുറയായി യഹോവ മോശയുടെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റ് ചെയ്താൽ, അറിയാതാകൊണ്ട് അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെ എല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊട്ടനെയും ചട്ടപ്രകാരം അതിനുള്ള ബോധനയാഗവും പാനീയയാഗത്തോടുകൂടെ യഹോവയ്ക്ക് സൗരഭ്യവാസനായി അർപ്പിക്കണം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഈ വചനങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്തെങ്കിൽ ഹൃദയപൂർവ്വമല്ല, ഇന്നസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇഗ്നറൻസ് ആയിട്ട് ചെയ്തെങ്കിൽ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്,
നിനക്ക് വേണ്ടി അഭയയാചന ചെയ്യുന്നുണ്ട്. യോഹന്നാൻ ലേഖനം ഒന്നാം അധ്യായം 7-8 വാക്യങ്ങൾ നാം വായിക്കുന്നത്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധി ചെയ്യുന്നു എന്ന് നാം കാണുന്നു. അതുപോലെ അബദ്ധവശാൽ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ദൈവം തന്റെ കൃപയാൽ ക്ഷമിക്കും. അതെ, വിമോചന തരും. ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും. അതാണ് പശ്ചാത്താപത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഈ പ്രായശ്ചിത്ത ബലി പശ്ചാത്താപത്തെയാണ് കാണിക്കുന്നത്. ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗമായി പാനീയാഗത്തോടെ യഹോവയ്ക്ക് സൗരഭ്യവാസനയെ അർപ്പിക്കണം. പാനീയാഗം കഴിക്കുന്ന നിങ്ങൾ പാപയാഗവും ചെയ്യുന്നുണ്ട്. അത് എന്തിനെ കാണിക്കുന്നെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് ആണ് അത് കാണിക്കുന്നത്. ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. അത് അബദ്ധവശാൽ സംഭവിക്കുകയും അവർ തങ്ങളുടെ അബദ്ധത്തിലായിട്ട് യഹോവയ്ക്ക് ദഹനയാഗമായി തങ്ങളുടെ വഴിപാടും പാപയാഗവും യഹോവ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും അവരുടെ ഇടയിൽ പന്നുപാർക്കുന്ന പരദേശിയോടും ക്ഷമിക്കപ്പെടും. തെറ്റ് സർവജനത്തിന് ഉള്ളതാകുന്നുവല്ലോ. അത് കോൺഗ്രിഗേഷണൽ ഇഗ്രൻസ് ആണ്, വ്യക്തിപരമായിട്ട് ആരും ചെയ്തതല്ല. ഒരാൾ, അത് വ്യക്തിഗതം, അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്ക് വേണ്ടി പാപയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺ കോലാട്ടിനെ അർപ്പിക്കണം. അബദ്ധവശാൽ പാപം ചെയ്തവന് പാപപരിഹാരം വരുത്തുവാൻ പുരോഹിതൻ അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അബദ്ധവശാൽ പാപം ചെയ്യുന്നവൻ സ്വദേശിയായോ വന്നു പാർക്കുന്ന പരദേശിയായാലും പ്രമാണം ഒന്ന് തന്നെ ആയിരിക്കണം. അറിയാതെ ചെയ്തു പോയ പാപത്തിന് തീർച്ചയായും ക്ഷമിക്കപ്പെടും. എന്നാൽ സ്വദേശികളിലോ പരദേശികളോ ആരെങ്കിലും കരുതി കൂട്ടി കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു. അവനെ അവന്റെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വചനം ധിഖരിച്ച് അവന്റെ കൽപ്പന ലംഘിച്ച് അവനെ നിർമൂലമാക്കി കളയണം. അവന്റെ അകൃത്യം അവന്റെ മേലിരിക്കണം. അതിനൊരു എക്സാമ്പിൾ കൂടെ താഴെ കൊടുത്തതിനായിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്നാണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ ശബത്ത് ദിനത്തിൽ വിറക് പെറുക്കുന്നതായിട്ട് കണ്ടു. ശബത്തിൽ ഒരു പണിയും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിറക് പെറുക്കുകയാണ് അവൻ. അത് ശബത്തിന് മുമ്പുള്ള ആ ദിവസം അവൻ ആ പണി ചെയ്യണമായിരുന്നു. ഒരു പണിയും ചെയ്യാതെ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ശബത്ത് നാൾ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെ അഹരോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു അവനോട് ചെയ്യേണ്ടത് ഇന്ന് വിധിച്ചിട്ടില്ലായിക്കൊണ്ട് അവർ അവനെ തടവിൽ വെച്ചു ജഡ്ജ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തു വെച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുക, ഇതുകൂടാ എന്ന് അറിയാമെങ്കിലും അത് ചെയ്യുക, സാഹസം, റിസ്ക് എടുത്ത് പാപം ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവൻ ശിക്ഷ പ്രാപിക്കണം, മരണശിക്ഷ പ്രാപിക്കണം എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിൽഫുൾ സിൻ, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപം. ഒരുത്തൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ അറിഞ്ഞുകൊണ്ട് അവൻ പാപം ചെയ്താൽ സർവ പാപത്തെയും മാറ്റി ശുദ്ധീകരിക്കുന്ന രക്തത്താൽ അല്ല അവൻ ശിക്ഷിക്കപ്പെടണം എന്നാണ് പൗലോസ് പറയുന്നത്. ഒരുത്തൻ ഇഷ്ടപ്രകാരം പാപം ചെയ്താൽ ക്രിസ്തുവിന്റെ കരുണ വേണ്ട എന്ന് പറഞ്ഞ് അവൻ പാപം ചെയ്യുകയാണ്. അങ്ങനെയുള്ളവർക്ക് അഗ്നികുണ്ഡമാണ്, പ്രൈസ് ദി ലോർഡ്, ശിക്ഷ. 37 മുതൽ, പിന്നെ യഹോവ പിന്നെയും മോശെ അരുളിച്ചെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, അവർ തലമുറയായി വസ്ത്രത്തിന്റെ കോൺതലയ്ക്ക് പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചട്ട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകൾ ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലും സ്വന്തം കണ്ണിനും തോന്നിയത് വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകമായിരിക്കണം. പരസംഗമായിരിക്കാതെ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന ചെയ്യാതെ, ഡിഫൈൽമെന്റ് ഓഫ് ബോഡി, ഡിഫൈൽമെന്റ് ഓഫ് സോൾ ആൻഡ് സ്പിരിറ്റ്. ശരീരത്തെ അശുദ്ധമാക്കരുത്, ആത്മാവിനെ അശുദ്ധമാക്കരുത്. വ്യഭിചാരത്തിലൂടെ വി മസ്റ്റ് ബി ട്രസ്റ്റ് വർത്തി, വി മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. നിങ്ങൾ എന്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിനെ
നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് ജനങ്ങൾ അറിയേണ്ടതിന് തലമുറ തലമുറയായി വസ്ത്രത്തിന്റെ കോൺ തലയ്ക്ക് പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺ തലക്കിലെ പൊടിപ്പിൽ നീല ചരട് കൊണ്ട് കെട്ടുകയും വേണം. ഇത് രക്ഷിക്കപ്പെട്ടവരുടെ മോചിക്കപ്പെട്ടവരുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീല കളർ അവരുടെ ഗൊപ്പത്തനത്തെയാണ്, അവരുടെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. അവരുടെ വിളിയെയാണ് അത് കാണിക്കുന്നത്. ഒരു വിളിക്കപ്പെട്ട ആ വലിയ വിളിയെ പറ്റിയാണ് ആ നീല നിര കാണിക്കുന്നത്. മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായ രീതിയിൽ അവരുടെ വസ്ത്രധാരണം ഉണ്ടായിരിക്കണം. അവർ ദൈവത്തിന് ഉള്ളവരാണെന്ന് അവർ മനസ്സിലാക്കേണ്ടതിന് ഈ വസ്ത്രധാരണം അവർക്ക് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സകല കൽപ്പന ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അധ്യായത്തിൽ ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ കനാൻ ദേശത്ത് അവർ ചെന്നതിന് ശേഷം പാലിക്കേണ്ട ചില ഉപദേശങ്ങളെ കുറിച്ചാണ് നാം കാണുവാൻ സാധിച്ചത്, നാം കണ്ടത്. ഈ അധ്യായം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു.